ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ചില കമന്റുകൾ കണ്ടു. അത് കാണുമ്പോൾ മനസ്സിലാകും കാര്യങ്ങൾ അറിയാതെയാണ് ഇവർ പ്രതികരിക്കുന്നതെന്ന്. അവരോടൊന്നും ഒരു പരിഭവമോ വിരോധമോ പിണക്കമോ ഒന്നുമില്ല. ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും ബാധിക്കാത്ത ആളാണ് ഞാൻ. ഒരു മതപ്പട്ടവും ഞാൻ അർഹിക്കുന്നില്ല. കഴിഞ്ഞ 30 വർഷമായി സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ എന്ന സംഘടനയിലേക്ക് ഉടൻ വിളിക്കണമെന്ന്. അമ്മയുടെ പേരിൽ ഒരു റീത്ത് വെച്ച് ശാന്തി കവാടത്തിൽ എന്നെ എത്തിച്ച് അന്തസ്സായി അവർ യാത്രയാക്കുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 30 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അമ്മയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഇതെന്റെ സ്വകാര്യ അഭിമാനമാണ്. മറ്റാരുടെയും മുന്നിലും കൈനീട്ടാതെ അഭിമാനപൂർവ്വമാണ് അത് കൈപ്പറ്റുന്നത്. ഈ സംഘടന നശിച്ചാൽ നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും അത് സംഘടനാ തലത്തിൽ എത്തിക്കരുതെന്നുമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം എന്റെ സഹോദരിമാരാണ്. അവർക്കൊപ്പം നിൽക്കുന്ന ആളുമാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ കൈകളിൽ നിന്ന് ഈ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതായി എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ നയം വ്യക്തമാക്കാം. ഞാൻ ആരുടെയും പക്ഷത്തല്ല, അമ്മയുടെ പക്ഷത്താണ്. അമ്മ എന്ന് നിലനിൽക്കണമെന്നും യമുന റാണി ആ പിക്ക് എടുത്തത് എന്റെ മൂത്ത മോള്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? അത് പോസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ എനിക്ക് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആരുടെ അനുവാദമാണ് വേണ്ടേ? ആരെയും ഞാൻ നോക്കണം. എന്റെ സെൽഫ് കെയറിന്റെ എന്റെ ഈ പ്രായത്തിലും നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ കൊടുത്തത്. ഞാൻ കൊടുത്ത മെസ്സേജ് ഞാൻ ആ ക്യാപ്ഷനിൽ വൃത്തിയായിട്ട് അതല്ലേ എഴുതിയിരുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുക, അതാണ് ഞാൻ കൊടുത്തത്. നമ്മളുടെ സെൽഫ് കെയർ നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ, വേറെ ആരും വരൂല അല്ലേ? അപ്പം ആ ഒരു മെസ്സേജേ കൊടുത്തുള്ളൂ. അത് ഏത് പ്രായത്തിലായാലും എല്ലാവരും അവനവനെ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളോട് ഉണ്ടാവൂ. പക്ഷെ അത് ഭയങ്കര ഒരു ബോൾഡ് ഡെസിഷൻ ആയിരുന്നു ചേച്ചി. പിന്നെ അതിൽ ആ ഫോട്ടോയില് എത്ര സൂം ചെയ്ത് എങ്ങനെ നോക്കിയാൽ അതിൽ വൃത്തിയായിട്ടില്ല. ഞാനൊരു ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇടുന്ന ഒരാളാ. ഞാൻ ഇടാറുണ്ട്. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ അതൊരു ദേവനെ സംബന്ധിച്ച് എന്നെ വഴക്കാ പറയുന്നത്, ചുറ്റിക്കെട്ടി പൊതിഞ്ഞു കിടന്ന. ഞാൻ ജപ്പാനിൽ പോയപ്പോ സാരി എടുത്തോണ്ട് പോയി ഇവിടുന്ന്, അവിടത്തെ ടെമ്പിളിൽ പോവാ കൊടുക്കാൻ. എന്നിട്ട് നീ ഇത് ജപ്പാനിലാ വന്നത്, ആറ്റുകാൽ ക്ഷേത്രത്തിലല്ല പോതെ, എന്നെ കൊണ്ട് മാറ്റിച്ച്. അപ്പം മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു ഓഫ് ഷോൾഡർ ഡ്രസ് ഒക്കെ ഇടുന്ന ഒരാളാ. അപ്പൊ ഞാനൊരു ഓഫ് ഷോൾഡർ ഡ്രസ് ഇട്ടിട്ട് അതിന്റെ എന്നിട്ട് ബാത്ത് ടബിൽ കിടന്നാൽ എങ്ങനെ ഇരിക്കും? അത്രേ ഉള്ളൂ. നമ്മൾ നോക്കിയാൽ അത്രേ ഉള്ളൂ. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതാണ് ഓരോ കാര്യത്തിലും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ് എല്ലാ വിഷയത്തിലും. നമ്മൾ ഏത് വിഷയത്തിലും നമ്മൾ എങ്ങനെ കാണുന്നു അതിലാണ് കാര്യം ഇരിക്കുന്നത്. അത് ഏത് കാര്യവും. അത് അത്രയും ഞാൻ ചേച്ചിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രായമൊന്നും വിഷയമല്ലാത്ത രീതിയിൽ അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. അത് നമ്മളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് ദോഷം വരികയോ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതോ നമ്മൾ ചെയ്യാതിരിക്കുക. അതാണ് എന്റെ പോളിസി. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാവരുത്. അതല്ലാത്ത എന്ത് കാര്യവും ചെയ്ത് നമ്മൾക്ക് ആകെ ഈ ഭൂമിയിലുള്ള കുറച്ച് കാലഘട്ടം ഉണ്ട്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് എന്നും വരുന്നത്, അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തങ്ങ് ജീവിച്ചു പോയാൽ ഒരു പ്രശ്നവും ഇല്ല. എന്തിനാണല്ലേ ആൾക്കാരുടെ നെഗറ്റീവും തപ്പി നടക്കുന്നത്? ഈ നെഗറ്റീവ് തപ്പി നടക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ മാത്രം ഇപ്പൊ ചേച്ചിക്ക് കമന്റ്സ് വരുന്നുണ്ട് എന്നല്ലാതെ മുമ്പൊക്കെ പക്ഷെ ഈ കമന്റ്സ് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നിയ കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഏൽക്കാറില്ല എന്നുള്ളത്. വേറെ ജോലിയില്ല, ഈ കമന്റ്സ് നമുക്ക് ഈ കമന്റ് ഇടാനൊന്നും നേരമില്ലല്ലോ, സമയമില്ല. ഈ ജോലിയും ഒന്നും ഇല്ലാതെ ഇതും കൊണ്ടിരിക്കുന്ന ഇതിനി അന്ന് ആർക്കിട്ട് പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ചുരണ്ടുന്നവര് ഇരുന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അത് നമ്മൾ ആ വഴിക്ക് വിട്ടേക്കും, മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഇത് നമുക്ക് കമന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ഒരു ലോകത്തിരുന്ന് എവിടെയോ ഇരുന്ന് അതും ആരാന്ന് പോലും, കാരണം ഫേക്ക് അക്കൗണ്ട്സിനാണല്ലോ കൂടുതലും കമന്റ്സ് വരുന്നത്. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ കുറെ നാൾ ഇപ്പൊ സിനിമയും സീരിയലൊക്കെ ഒത്തിരി ചെയ്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, നേരിട്ടൊരു ബാക്ക് സ്റ്റാബിങ് പോലത്തെ ഒരു അനുഭവം ഫിലിം ഇൻഡസ്ട്രിയിൽ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് പറയത്തില്ല, എന്താണെന്നൊന്നും പറയില്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് അപ്പൊ തന്നെ ആ ബാക്ക് സ്റ്റാബ് ചെയ്ത വ്യക്തിയോട് നേരിട്ട് സംസാരിച്ചു, അടി കൊടുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് ഋഷഭാവ ചേട്ടനാണ് അടി കൊടുക്കാതെ എന്നെ തടഞ്ഞത്. ആണോ? ഓ, ചേച്ചി അപ്പൊ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ആളാ. ഇപ്പൊ പക്ഷെ കുറവെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ എനിക്ക് ശരി സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി എന്തെങ്കിലും ഞാൻ തന്നെ സോറി പറയുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും അല്ലാതെ നമ്മൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തിലൊക്കെ നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കാൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനപ്പോ തന്നെ അത് ക്ലിയർ ചെയ്യും.
ക്ലിയർ ചെയ്യുന്ന ഒരാളാണ്. ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ, അല്ലെങ്കിൽ ചേച്ചിക്ക് ഈ ഇൻഡസ്ട്രിയിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇൻഡസ്ട്രിയിൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ല, സത്യം എല്ലാവരും ഫ്രണ്ട്സ് ആണെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇൻഡസ്ട്രിയിൽ വലിയ ഇൻഡസ്ട്രിയിൽ സൗഹൃദങ്ങൾ ഇല്ല. അതിന് കാരണമുള്ളത് സിനിമയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ കുറിച്ചൊന്നും അറിയാത്തൊരു ലോകത്തുനിന്ന് വന്ന ഒരാളാണ് ഞാൻ. വളരെ ആക്സിഡന്റലി ഈ ജോലിയിലേക്ക് വരികയും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയും ഇതിനെ ഞാൻ എന്റെ ജോലിയാക്കി മാറ്റിയതുമാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങളോ എല്ലാം വെളുത്തതെല്ലാം എന്താ പറയാ പാലാണെന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ല് പോലെ ഞാൻ സിനിമയിലേക്ക് ഇങ്ങനെ നേരെ വന്നങ്ങ് ഇറങ്ങി. ക്യാമറ ആക്ഷൻ, എല്ലാവരും ചിരിച്ച്, എല്ലാവരും എന്ത് പറഞ്ഞാലും വിശ്വസിച്ച്, ഇതായിരുന്നു. എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് എനിക്കൊരു സൗഹൃദം ഈ പറഞ്ഞ കണക്ക് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ അതിനിടയിൽ ഇങ്ങനെ അലുകുലിപ്പൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അത്. അപ്പം അങ്ങനെ. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ഈ ബാക്ക് സ്റ്റാബിങ് പോലെ അനുഭവം ഉണ്ടായത്. അതിനുശേഷം അന്ന് ഞാൻ പഠിച്ചു ഇൻഡസ്ട്രിയിൽ ഫ്രണ്ട്ഷിപ്പിനൊന്നും വാല്യൂ ഇല്ലെന്ന് അന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് നിർത്തിയതാ സത്യം പറഞ്ഞ. എല്ലാരും വിചാരിക്കും എനിക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതല്ല, എല്ലാവരുടെ അടുത്തും സൗഹൃദമാണ്. ആർക്കൊരു ബുദ്ധിമുട്ട്, വിഷമോ, എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഞാൻ അഭിനയിക്കുന്ന സീരിയലിന്റെ സെറ്റിലൊക്കെ ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, പുതിയ കുട്ടികൾ ഉൾപ്പെടെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിൽ പരിഹാരം കാണാറുണ്ട്. ഞാൻ അതിൽ ഇടപെടാറുണ്ട്. എന്നല്ലാതെ എനിക്കൊരു തിക് ഫ്രണ്ട്ഷിപ്പ് ഇൻഡസ്ട്രിയിലില്ല. പ്രത്യേക ഇഷ്ടം ആരോടും ഇല്ല ഇൻഡസ്ട്രിയിലില്ല. എല്ലാരും ഹാർട്ട് ടു ഹാർട്ട് ചങ്ക്സ് എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയിലില്ല. ഇൻഡസ്ട്രിക്ക് പുറത്തേ ഉള്ളൂ. മനഃപൂർവ്വം എടുത്തത്. അന്ന് ആ ഒരു എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. കാരണം ഞാൻ അത്രയും 100% ജെന്യൂൻ ആയിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഒരു കോമഡി ഷോ കണ്ടുകൊണ്ടാണ് എന്റെ സുപ്രഭാതം ആരംഭിച്ചത്. അതിന് പശ്ചാത്തലം പറയാം. രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം, ഒരു ചെറിയ തീപ്പൊരി, ഒരു ഫോൺ കോളിലൂടെയോ ഒരുമിച്ചിരുന്ന് കോഫി കുടിച്ചോ തീരാവുന്ന ഒരു വിഷയം. ആ ചെറിയ തീപ്പൊരിയെ ചിലരെല്ലാം കൂടിയെടുത്ത് അമ്മ എന്ന മഹാസംഘടനയുടെ നടുക്ക് കൊണ്ടുവച്ചു. ആ ചെറിയ തീപ്പൊരിയെ വലിയ തീയാക്കി മാറ്റി. ഒരു ഭരണസമിതി മുഴുവൻ താഴെ ഇറക്കാൻ സാധിച്ചു. പക്ഷെ ഇതൊന്നുമല്ല കോമഡി. ഇതിന്റെ ഊർജ്ജത്തിലാവണം ഇന്നിപ്പോൾ കേരള സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയും പോലീസ് വിഭാഗത്തെ മുഴുവൻ പത്രസമ്മേളനത്തിലൂടെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. സംഘടിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ നടക്കുന്നത്? ഇങ്ങനെ പോയാൽ ജനങ്ങൾ സംഘടിക്കും. ഈ ചക്കണത്തി പോരാട്ടം ഇനി വേണ്ട. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് സിനിമ കാണണ്ട എന്ന് ജനങ്ങൾ അന്ന് തീരുമാനിക്കും. ഇവരെല്ലാം അതോടെ അവസാനിക്കും. തിയേറ്ററിൽ പോയി ജനങ്ങൾ സിനിമ കാണാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നെന്ന് മറക്കരുത്. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ബുദ്ധിയും വിവേകവുമുള്ളവർ അതല്ലേ ചെയ്യേണ്ടത് എന്നും യമുന പറഞ്ഞു.